ഹായ് എവരി വൺ. ഹരിശ്രീ അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടന മറ്റു രാജ്യങ്ങളിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് അല്ലെങ്കിൽ കടമെടുത്തുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. BR അംബേദ്കർ ഏകദേശം 60ഓളം രാജ്യങ്ങളുടെ ഭരണഘടന പഠിച്ചതിന് ശേഷമാണ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ കടം കൊണ്ട ആശയങ്ങളുണ്ടല്ലോ കുറച്ച് രാജ്യങ്ങളിൽ നിന്നും, ആ രാജ്യങ്ങളിൽ നിന്നും കടം കൊണ്ട ആശയങ്ങളിൽ നിന്ന് ബ്രിട്ടനിൽ നിന്നും കടം കൊണ്ട ആശയങ്ങൾ എങ്ങനെ നമുക്കൊരു സിമ്പിളായിട്ട് ഒരു കോഡിലൂടെ നമുക്കത് പഠിച്ചെടുക്കാമെന്നാണ് നമ്മുടെ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതൊരു കഥ പോലെ നമ്മൾ ഓർത്ത് വെക്കുകയാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് മറന്നു പോകില്ല. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്ലാസ് എടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം, നമ്മൾ ബ്രിട്ടനിൽ നിന്നും എന്തെല്ലാമാണ് കടം കൊണ്ടിട്ടുള്ളത് എന്ന് ജസ്റ്റ് ഒന്ന് വായിക്കാം. ഏക പൗരത്വം, നിയമവാഴ്ച, നിയമസമത്വം, പാർലമെൻ്ററി ഭരണാധികാരം, തിരഞ്ഞെടുപ്പ് സംവിധാനം, ദ്വിമണ്ഡല സമ്പ്രദായം, സ്പീക്കർ പദവി, ക്യാബിനറ്റ് സമ്പ്രദായം, പ്രധാനമന്ത്രി പദവി, കൂട്ടുത്തരവാദിത്തം, നാമമാത്രമായ അധികാരമുള്ള രാഷ്ട്രത്തലവൻ, റിട്ടുകൾ, CAG, കേവല ഭൂരിപക്ഷ വ്യവസ്ഥ, പാർലമെൻറ്റിൻ്റെ പ്രത്യേക അവകാശങ്ങൾ, നിയമനിർമ്മാണ നടപടിക്രമം. ഇത്രയുമാണ് നമ്മൾ ബ്രിട്ടനിൽ നിന്നും കടമെടുത്തിട്ടുള്ള ആശയങ്ങൾ. ഇതെങ്ങനെ നമുക്കൊരു സിമ്പിളായിട്ട് ഒരു കഥയായിട്ട് ഓർത്തു വയ്ക്കാമെന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ കഥ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി ബ്രിട്ടനിൽ നിന്നാണ് സ്വാതന്ത്ര്യം നേടിയിട്ട് ഭരണഘടന ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ബ്രിട്ടനിൽ നിന്ന് ഒരു പൗരന് തോന്നുകയാണ് ഇന്ത്യയിൽ വന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് അദ്ദേഹത്തിന് തോന്നുകയാണ്. അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നിട്ട് അദ്ദേഹം നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ അദ്ദേഹം എന്തെല്ലാം ചെയ്തു എന്നാണ് നമ്മൾ ഈ കഥയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ബ്രിട്ടനിൽ നിന്നുള്ള ആശയങ്ങൾ, കടമെടുത്ത ആശയങ്ങളെ പറ്റിയുള്ള കോഡാണ്, ശ്രദ്ധിച്ച് നമുക്ക് കേൾക്കാട്ടോ. ബ്രിട്ടനിൽ നിന്ന് ഒരു പൗരനാണ് വരുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഏക പൗരത്വം, അപ്പോൾ ബ്രിട്ടനിൽ നിന്ന് ഒരു പൗരൻ വരികയാണ്. ഒരു പൗരൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഏക പൗരനാണ്, ഒരു ഏക പൗരൻ വരികയാണ്. എന്തിനാണ് അദ്ദേഹം വരുന്നത്? ഇന്ത്യയിൽ നിയമവാഴ്ചയുണ്ട് അല്ലെങ്കിൽ നിയമസമത്വമുണ്ട്. ഇന്ത്യയിൽ നല്ല നിയമവാഴ്ചയാണ്, നിയമസമത്വമൊക്കെ കിട്ടുന്നുണ്ട്. കാരണം ബ്രിട്ടനിൽ അദ്ദേഹത്തിന് അത് കിട്ടുന്നില്ല. അവിടെ നിയമവാഴ്ചയില്ല, നിയമസമത്വമൊന്നും ഇല്ല, കഥയിലാണേ. അപ്പോൾ നിയമവാഴ്ചയില്ല, നിയമസമത്വമില്ല. അപ്പോൾ ഈ നിയമവാഴ്ചയും നിയമസമത്വവും ഇന്ത്യയിൽ കിട്ടുമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇന്ത്യയിലേക്ക് വരികയാണ്. അപ്പോൾ ഇന്ത്യയിൽ വന്ന് അദ്ദേഹം നോക്കുമ്പോൾ ഇന്ത്യയിലുള്ളവർ എന്തു പറഞ്ഞു? ഞങ്ങൾക്കൊരു പാർലമെൻ്ററി ഭരണ സംവിധാനമാണ് ഉള്ളത്. പാർലമെൻ്ററി ഭരണ സംവിധാനം മാത്രമല്ല, ഞങ്ങൾക്കൊരു തിരഞ്ഞെടുപ്പ് സിസ്റ്റമൊക്കെ ഉണ്ട്. ഇതൊക്കെ വെച്ചിട്ടേ നിങ്ങൾക്കിവിടെ എന്ത് കിട്ടുകയുള്ളൂ? നിയമവാഴ്ചയും നിയമസമത്വവും കിട്ടുകയുള്ളൂ എന്ന് അദ്ദേഹത്തിനോട് പറയണം. അപ്പോൾ അദ്ദേഹം എന്ത് വിചാരിച്ചു? എന്നാൽ ഞാൻ പോയിട്ട് ഈ പാർലമെൻ്ററി ഭരണാധികാരം തിരഞ്ഞെടുപ്പൊക്കെ ഉണ്ടല്ലോ, എന്നാൽ ഞാനൊന്ന് മത്സരിക്കാം, അപ്പോൾ എനിക്ക് നിയമവാഴ്ചയും നിയമസമത്വവും കിട്ടുമല്ലോ എന്ന് അദ്ദേഹം വിചാരിച്ചു. അപ്പോൾ അദ്ദേഹം നമ്മുടെ തിരഞ്ഞെടുപ്പിലോട്ട് വരികയാണ്. തിരഞ്ഞെടുപ്പിലോട്ട് വരുന്ന സമയത്ത് ഇന്ത്യ പറയുകയാണ് ഞങ്ങൾക്കൊരു ദ്വിമണ്ഡല സമ്പ്രദായം ഉണ്ട്. അപ്പോൾ ഒരു ദ്വിമണ്ഡല സമ്പ്രദായം ഉണ്ട്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങൾ സ്പീക്കറോട് പോയി ചോദിക്കുക, സ്പീക്കർ പദവിയിലിരിക്കുന്ന വ്യക്തിയോട് പോയി ഒന്ന് ചോദിക്കൂ, എങ്ങനെയാണ് നിങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ പങ്കെടുക്കാൻ പറ്റുക എന്ന് ചോദിക്കാൻ. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ആ സ്പീക്കറോട് പോവുകയാണ്, സ്പീക്കറുടെ അടുത്ത് പോയി ചോദിക്കുകയാണ്, എനിക്കിവിടുത്തെ തിരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ പങ്കാളിയാവണം. അപ്പോൾ തിരഞ്ഞെടുപ്പിൽ പങ്കാളിയാവണമെന്ന് സ്പീക്കറോട് ചോദിക്കുമ്പോൾ സ്പീക്കർ പറയുകയാണ് ഞങ്ങൾക്കിവിടെ ഒരു ക്യാബിനറ്റ് സമ്പ്രദായം ഉണ്ട്. ആ ക്യാബിനറ്റ് സമ്പ്രദായം, ക്യാബിനറ്റിൻ്റെ തലവൻ എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയാണല്ലോ. അപ്പോൾ ഞങ്ങൾക്കൊരു ക്യാബിനറ്റ് സിസ്റ്റമാണുള്ളത്. സ്പീക്കറായ എന്നോട് ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല, നിങ്ങൾ ആരോട് പോയി ചോദിക്കൂ? പ്രധാനമന്ത്രിയോട് പോയി ചോദിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഇതും പിടിച്ച് നേരെ സ്പീക്കറിൽ നിന്നും ക്യാബിനറ്റ് സമ്പ്രദായത്തിൻ്റെ തലവനായ പ്രധാനമന്ത്രിയോടൊത്ത് പോവുകയാണ്. പ്രധാനമന്ത്രിയോട് പോയി ചോദിക്കുകയാണ്, സാറേ എനിക്ക് ഇവിടുത്തെ തിരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ പങ്കാളിയാവണം. അപ്പോൾ ഞാൻ സ്പീക്കറോട് പോയി ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇവിടെ ദ്വിമണ്ഡല സമ്പ്രദായമാണ്. അപ്പോൾ നിങ്ങൾ പോയിട്ട് ക്യാബിനറ്റിൻ്റെ സമ്പ്രദായത്തിൻ്റെ തലവനായിട്ടുള്ള നമ്മുടെ പ്രധാനമന്ത്രിയോട് ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ താങ്കളോടത്ത് വരുന്നത്, എനിക്കിവിടുത്തെ തിരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ പങ്കാളിയാവണമെന്ന് പറയുകയാണ്. അപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞു എനിക്ക് ഒറ്റയ്ക്ക് ഇതൊന്നും തീരുമാനിക്കാൻ പറ്റില്ല, എനിക്കൊരു കൂട്ടുത്തരവാദിത്തമുണ്ട്. കാരണം എന്നെ സഹായിക്കുന്ന, എന്നെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് മന്ത്രിമാരുണ്ട്. അപ്പോൾ എനിക്ക് അവരോടൊരു കൂട്ടുത്തരവാദിത്തമുണ്ട്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യൂ, എനിക്ക് കൂട്ടുത്തരവാദിത്തമുള്ള മന്ത്രിമാരോട് പോയി ചോദിക്കണം. നിങ്ങൾക്ക് എന്ത് ചെയ്യണം? നാമം മാത്രം അധികാരമുള്ള നമ്മുടെ രാഷ്ട്രത്തലവനുണ്ട്, അദ്ദേഹത്തോട് ഞാനൊന്ന് റെഫർ ചെയ്യട്ടെ, എന്നിട്ട് ഞാൻ കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞു.
പ്രധാനമന്ത്രി എന്ത് പറയാണ്, എനിക്ക് കൂട്ടുമന്ത്രിമാരോടും അതുപോലെ രാഷ്ട്രത്തലവനോടൊക്കെ ഇതൊന്ന് ചോദിക്കണം. അപ്പം നാമമാത്രം അധികാരമുള്ള രാഷ്ട്രത്തലവനാണ് എനിക്കുള്ളത്, ഞാൻ അദ്ദേഹത്തോടൊന്ന് പോയി ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ നിന്നിട്ട് നിങ്ങൾക്ക് ഇവിടുത്തെ തിരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിൽ പങ്കെടുക്കാൻ സമ്മതിക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യണം, രാഷ്ട്രപതിക്ക് ഫോൺ ചെയ്യുകയാണ്. അപ്പോൾ രാഷ്ട്രപതി പറയുകയാണ്, എനിക്ക് ഇങ്ങനെ പെട്ടെന്നൊന്നും നിങ്ങൾക്ക് ഇദ്ദേഹത്തിന് തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ പറ്റില്ല, അദ്ദേഹം പുറത്തുനിന്ന് വന്ന ഒരു ഏക പൗരനാണല്ലോ, ബ്രിട്ടനിൽ നിന്ന് വന്ന വ്യക്തിയല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, എനിക്ക് കുറച്ച് റിട്ട് അധികാരങ്ങളുണ്ട്, എനിക്ക് ആ റിട്ട് അധികാരം ഉപയോഗിച്ചിട്ട് ഞാൻ CAGയോടൊക്കെ ഒന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ റിട്ട് അധികാരം ഉപയോഗിക്കണം, ഞാൻ ആ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലോടും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് നമുക്കിതിലൊരു തീരുമാനം ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യാണ്, നാമമാത്രം അധികാരമുള്ള രാഷ്ട്രത്തലവൻ റിട്ടുകൾ ഇറക്കാം, അദ്ദേഹത്തിന് CAGയുടെ ഒരു ഉപദേശവും കൂടെ വേണം. അപ്പോൾ CAGയോട് ചോദിച്ചിട്ട് രാഷ്ട്രത്തലവൻ റിട്ടുകൾ ഇറക്കണം. അങ്ങനെ റിട്ടുകൾ ഇറക്കുന്ന സമയത്ത് ഇതെന്ത് ചെയ്യണം, റിട്ടുകൾ പെട്ടെന്നൊന്നും പാസ്സായില്ല. ആ റിട്ട് പാസ്സാകാൻ കേവല ഭൂരിപക്ഷ വ്യവസ്ഥ വേണം. കാരണം ഇയാൾ പുറമെ നിന്ന് വരുന്ന വ്യക്തിയാണ്. അപ്പോൾ ഒരു കേവല ഭൂരിപക്ഷ വ്യവസ്ഥ വേണമെന്നും പാർലമെൻറ്റിൻ്റെ പ്രത്യേക അവകാശങ്ങൾ ഇതിലുള്ളത് കൊണ്ട് ഇതിനു വേണ്ടി ഒരു നിയമനിർമ്മാണ നടപടിക്രമം വേണമെന്നും എന്തു പറയുകയാണ്, അദ്ദേഹത്തിന് അറിവ് കിട്ടുകയാണ്. അപ്പോൾ അദ്ദേഹം CAGയോട് ചോദിച്ചു. അപ്പോൾ CAG എന്താ പറയുന്നത്, CAG പറയണം, നമുക്കൊരു കേവല ഭൂരിപക്ഷ വ്യവസ്ഥ ഇതിന് ആവശ്യമുണ്ട്, മാത്രമല്ല പാർലമെൻറ്റിൻ്റെ പ്രത്യേക അവകാശങ്ങൾ കൂടി ഇതിൽ ഉൾക്കൊള്ളുന്നത് കൊണ്ട് ഒരു നിയമനിർമ്മാണ നടപടിക്രമം വേണമെന്ന് ആര് പറയാണ്, ഈ CAG നമ്മുടെ രാഷ്ട്രത്തലവനോട് പറയണം. അപ്പോൾ അദ്ദേഹം രാഷ്ട്രത്തലവൻ ആരോട് പറയണം, ഏകപൗരത്വമുള്ള നമ്മുടെ ബ്രിട്ടനിലെ ആളോട് ഇത്തരം കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മുടെ കഥ. അപ്പം നമുക്കിതിൽ നിന്നും കുറേ കാര്യങ്ങൾ നമുക്ക് കിട്ടും. ഇങ്ങനെ തന്നെ ഓർത്തു വയ്ക്കുക, ബ്രിട്ടനിൽ നിന്നും ഒരു വ്യക്തി വരുന്നു, ഏക പൗരനാണ്, അദ്ദേഹം എന്തിനാണ് വരുന്നത്, ഇന്ത്യയിൽ നിയമവാഴ്ചയുണ്ട്, നിയമസമത്വമുണ്ട്, എനിക്കപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, ഒരു പാർലമെൻ്ററി ഭരണ സമ്പ്രദായമൊക്കെ ഉള്ളത് കാരണം തിരഞ്ഞെടുപ്പിൽ എനിക്ക് പങ്കാളിയാവണം, എനിക്ക് വോട്ടൊക്കെ ചെയ്ത് എനിക്ക്, അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിലൂടെ എനിക്കൊരു നേതാവാവണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം വരുന്നത്. അപ്പോഴാണ് ഇവിടെ വരുമ്പോൾ എന്താണ് മനസ്സിലാവുന്നത്, ഇവിടെ ഒരു ദ്വിമണ്ഡല സമ്പ്രദായമുണ്ട് എന്ന് മനസ്സിലാക്കണം. അദ്ദേഹം സ്പീക്കറോട് ചോദിക്കുകയാണ്. അപ്പോൾ സ്പീക്കർ പറയാണ്, ഇവിടെ ഒരു ദ്വിമണ്ഡല സമ്പ്രദായമുണ്ട് എന്ന് പറയുകയാണ്. മാത്രമല്ല എന്ത് ചെയ്യണം, സ്പീക്കർ പറയണം, ക്യാബിനറ്റ് സിസ്റ്റമൊക്കെ ഉള്ള കാരണം എന്നോട് ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല, നിങ്ങൾ പ്രധാനമന്ത്രിയോട് പോയി ചോദിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ പ്രധാനമന്ത്രി എന്ത് പറഞ്ഞു, എനിക്ക് പെട്ടെന്നൊന്നും തീരുമാനം എടുക്കാൻ പറ്റില്ല, എനിക്ക് കൂട്ടുത്തരവാദിത്തമുള്ളതാണ്, നിങ്ങളൊരു കാര്യം ചെയ്യും, ഞാൻ നാമമാത്രമുള്ള നമ്മുടെ അധികാരമുള്ള രാഷ്ട്രത്തലവനോടൊന്ന് ഡിസ്കസ് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ രാഷ്ട്രത്തലവൻ എന്ത് ചെയ്തു, രാഷ്ട്രത്തലവൻ ഒറ്റയ്ക്ക് അദ്ദേഹത്തിന് തീരുമാനം എടുക്കാൻ പറ്റില്ല, അദ്ദേഹം ആരെയും കൂടെ കൂട്ടി വിളിച്ചു, നമ്മുടെ CAGനെ കൂട്ടി വിളിച്ചിട്ട് റിട്ട് അധികാരമൊക്കെ ഇറക്കാം, എനിക്ക് റിട്ട് അധികാരം ഇറക്കാനുള്ള അധികാരമൊക്കെ ഉണ്ട്, അപ്പോൾ ഞാൻ റിട്ട് അധികാരമൊക്കെ ചെയ്തു നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ CAG നമ്മുടെ രാഷ്ട്രത്തലവനെ ഉപദേശിക്കുകയാണ്, എന്താണ്, പെട്ടെന്നൊന്നും ഇത് പാസ്സാക്കി എടുക്കാൻ പറ്റില്ല, അപ്പോൾ കേവല ഭൂരിപക്ഷ വ്യവസ്ഥ വേണം, അതുമാത്രമല്ല അങ്ങനെ ഇദ്ദേഹത്തിന് നമ്മൾക്ക് തെരഞ്ഞെടുപ്പിൽ സമ്പ്രദായത്തിലൊക്കെ പങ്കാളിയാക്കണം െങ്കിൽ പാർലമെൻറ്റിൻ്റെ ഒരു പ്രത്യേക അവകാശങ്ങളൊക്കെ ഉണ്ട്, അതിനുവേണ്ടി ഒരു നിയമനിർമ്മാണ നടപടിക്രമം വേണമെന്ന് പറയണം. അപ്പോൾ ഇതാണ് നമ്മുടെ കഥ. ഇതിങ്ങനെ തന്നെ ഓർത്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്കിതൊരിക്കലും മറന്നു പോവില്ല. അപ്പം നമുക്ക് ഒന്നുകൂടെ നോക്കാം. ബ്രിട്ടനിൽ നിന്നും കിട്ടുന്ന ബ്രിട്ടനിൽ നിന്നും നമ്മൾ കടമെടുത്തതാണ് ഏക പൗരത്വം, നിയമവാഴ്ച, നിയമസമത്വം, പാർലമെൻ്ററി ഭരണാധികാരം, തിരഞ്ഞെടുപ്പ് സമ്പ്രദായം, ദ്വിമണ്ഡല സമ്പ്രദായം, സ്പീക്കർ പദവി, ക്യാബിനറ്റ് സമ്പ്രദായം, പ്രധാനമന്ത്രി, കൂട്ടുത്തരവാദിത്തം, നാമമാത്രം അധികാരമുള്ള രാഷ്ട്രത്തലവൻ, റിട്ടുകൾ, CAG, കേവല ഭൂരിപക്ഷ വ്യവസ്ഥ, പാർലമെൻറ്റിൻ്റെ പ്രത്യേക അവകാശങ്ങൾ, നിയമനിർമ്മാണ നടപടിക്രമം. അപ്പോൾ ഇത്രയും കാര്യം, ഈ ചെറിയൊരു കഥ നിങ്ങൾക്ക് ഓർത്തു വയ്ക്കുന്നതിലൂടെ നിങ്ങൾക്കിത് ഒരിക്കലും മറന്നു പോവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്ലാസ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾ തരുന്ന സബ്സ്ക്രിപ്ഷനും നിങ്ങളുടെ ലൈക്കുകളുമാണ് അടുത്ത ക്ലാസ് ഉണ്ടാക്കാനുള്ള എൻ്റെ ഒരു എനർജി എന്ന് പറയുന്നത്. താങ്ക് യു. എല്ലാവരും നന്നായി പഠിക്കുക കേട്ടോ.